ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ ചിരിപ്പിക്കുന്ന ആളുകളുടെ ഇതെടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു യമനി മന്തി പിടിച്ചാലോ? ഞാനിവിടെ മന്തി ഉണ്ടാക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന 2 ടീംസ് ഉണ്ട് കേട്ടോ. അവരെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. അവർ കാരണം കൊണ്ടാണ് ഞാൻ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ മുഴുവൻ ചിരിച്ച് കളിച്ചിരിക്കണത്. അപ്പുറത്ത് നിന്ന് മുഴുവൻ കൗണ്ടർ പറയായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ എന്നെ ആദ്യം മുതൽ അവസാനം വരെ അവർ ഫുൾ ഹെൽപ്പും ചെയ്തു. കാര്യം ഉണ്ണിവാവ ഉണ്ടായിട്ടും കൂടി ഞങ്ങളെ മുഴുവൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് പിന്നെ പണ്ട് തൊട്ടേ ഒരുമിച്ചുള്ള കുക്കിങ്ങും ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കൊടുക്കലും ഈസ് മൈ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതും ഓരോരുത്തർ വിളിച്ചിങ്ങനെ ഫുഡ് കൊടുക്കുന്നതും. ഈ കാണുന്ന മുതൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഈ സംഭവമാണ് നമ്മുടെ മന്തി. ഉള്ളത് പറയാലോ, മന്തിയുടെ റൈസ് ശരിക്കും റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന മന്തിയുടെ സെയിം ടേസ്റ്റ് ആയിരുന്നു. ഇനി ചിക്കനിന് പറ്റിയ ചെറിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ മെയിൻ ഐറ്റമാണ് തൈം ആൻഡ് പാപ്രിക്ക. റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, അത് നോക്കിയാൽ മതി. പക്ഷേ തൈം നിങ്ങൾ ഇടുന്ന സമയത്ത് പ്ലീസ് സൂക്ഷിക്കുക, വളരെ കുറച്ച് തൈം മാത്രം ഇടാൻ പാടുള്ളൂ. നമ്മൾ ഈ ഒരു പൊടിക്ക് ഇടാന്നൊക്കെ പറയില്ല, ഒരു നുള്ള് അങ്ങനെ ഇടാൻ പാടുള്ളൂ. ഞാൻ കുറച്ച് അധികം കിട്ടപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ചധികം വേറെ ആയിപ്പോയി. പക്ഷേ റൈസ് കിടുവായിരുന്നു. ഈ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് ആ ആവി കൊണ്ട് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി, ചോറിൽ ആ വെള്ളം ഇറങ്ങിയിട്ട് എൻ്റെ പൊന്നേ, ചിക്കൻ്റെ ആ ഒരു നെയ്യിലാണ് ചോറ് വെന്തത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മയണൈസ് ഉണ്ടായിരുന്നു, ഒരു തക്കാളി പുതിന ചട്നി ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ അന്യായ ടേസ്റ്റായിരുന്നു. ചിക്കൻ വെന്തിട്ടില്ലാന്ന് തോന്നും, ബട്ട് നല്ലോണം വെന്തുണ്ട്. ലാസ്റ്റ് ഒരു ഇച്ചിരി കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി പാലിൽ സാഫ്രൺ കലക്കിയിട്ട് അതും കൂടി എൻ്റെ മുകളിൽ വെച്ചായിരുന്നു. ഇത് അതിൻ്റെ അടുത്ത ദിവസവും ഞാൻ ഓഫീസിൽ ലഞ്ചായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത്രയ്ക്ക് നൈസായിരുന്നു. എസ്പെഷ്യലി തൈം വളരെ കുറച്ചിടുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, ഇഷ്ടാവൂടോ. ടാ.